പാനിപൂരി, ബേൽപൂരി, സമൂസ ഷെറ്റ് തുടങ്ങിയ ഉത്തരേന്ത്യൻ വിഭവങ്ങളുണ്ടാക്കുന്ന അടുക്കളകൾ കണ്ട് പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥർ ഞെട്ടി. ഇതുണ്ടാക്കി വിൽക്കുന്ന അന്യസംസ്ഥാനക്കാർ കിടക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഇവയുണ്ടാക്കുന്നതുമെല്ലാം ഒരേ മുറിയിൽ തന്നെ. കട്ടിലിന്റെ അടിയിലാണ് ഭക്ഷണ വസ്തുക്കൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അടുക്കളയിലെ പാത്രം മാറ്റിയപ്പോൾ ഉള്ളിൽ നിന്ന് തവള പുറത്തേക്ക് ചാടി. എണ്ണയാകട്ടെ പഴകി കറുത്തത്. അടുക്കളകൾ മിക്കതും കക്കൂസിനോട് ചേർന്നാണ്. വെള്ളത്തിന്റെ ടാങ്ക് തറനിരപ്പിൽ തന്നെ, പുഴു പിടിച്ച വെള്ളം. ചാറ്റിനൊപ്പം ഉപയോഗിക്കുന്ന സോസ്, ചട്നി തുടങ്ങിയവ ദിവസങ്ങളോളം പഴക്കമുള്ളതാണെന്ന് കണ്ടെത്തി. സമൂസയോ ചാറ്റോ ഉരുളക്കിഴങ്ങോ ഒന്നും മൂടി വെച്ചിട്ടേ ഇല്ല. ചട്നിയിലും സോസിലും കൂടുതൽ നിറം കിട്ടാനായി ഉപയോഗിക്കാൻ പാടില്ലാത്ത രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നുമുണ്ട്. ഉണ്ടാക്കുന്ന കിടപ്പ് ഒരു മുറിയിലായതുകൊണ്ട് ഉണ്ടാക്കുന്ന നിർത്തിക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ. താമസിക്കുന്നവരെ ഇറക്കിക്കളഞ്ഞ് ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് ഇത് നിർത്തിവെക്കാനുള്ള നോട്ടീസ് നമുക്ക് കൊടുക്കുന്നത്. കത്തർക്കടവ്, കടവന്ത്ര മേഖലകളിലാണ് ഇത്തരം വസ്തുക്കൾ ഉണ്ടാക്കി വിൽക്കുന്ന അന്യസംസ്ഥാനക്കാർ കൂടുതലും താമസിക്കുന്നത്. ആരും ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് എടുത്തിട്ടുമില്ല. ഇവിടങ്ങളിൽ ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കരുതെന്ന് കർശന നിർദ്ദേശം ഉദ്യോഗസ്ഥർ നൽകി. താമസിക്കാൻ വീട് വാടകയ്ക്ക് നൽകി അവിടെ ഭക്ഷണസാധനങ്ങൾ ഉണ്ടാക്കി വിൽക്കാൻ അനുവാദം നൽകിയ കെട്ടിടം ഉടമകളുടെ നടപടി തെറ്റാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വീട്ടുടമകൾക്കും നോട്ടീസ് നൽകും. ഓപ്പറേഷൻ രുചിയുടെ